ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യലായിട്ട് നമ്മൾ ബീറ്റ്റൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ സൈസ് ബീറ്റ്റൂട്ടാണ് എടുത്തേക്കുന്നത്. അതൊന്ന് ചെത്തി കഴുകി ഒന്ന് അരിയാം. അപ്പോൾ ഞാൻ ഈ ഒരു വിധത്തിലാണ് ചെയ്യാറുള്ളത്. നമുക്ക് കഷ്ണങ്ങളാക്കി വേവിച്ച് അരച്ചെടുത്തും ചെയ്യാം, എങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട്. നമ്മളതിനെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ട് വളരെ കുറച്ച് വെള്ളം മതിയാവും ഇത് വേവാൻ. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കി അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പോളം തേങ്ങ എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് നല്ല ജീരകവും കടുകും 3 പച്ചമുളക് എടുക്കുന്നുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. വളരെ കുറച്ച് വെള്ളം മതിയാവും, ഒന്ന് അരച്ചെടുക്കാം. ബീറ്റ്റൂട്ടൊക്കെ വെന്ത് വെള്ളമെല്ലാം ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം പറ്റിയതിന് ശേഷം വേണം നമ്മൾ അരപ്പ് ചേർക്കാനായിട്ട്. അതിലേക്ക് അരപ്പ് ചേർക്കുകയാണ്. ഒരല്പം കൂടി വെള്ളം ഒഴിച്ചൊന്ന് ഈ വെള്ളം ഒന്ന് പറ്റിയെടുക്കണം. പറ്റുമ്പോഴത്തേന് നമുക്ക് തൈര് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക. ഒരുപാട് ഉടയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം വേണം ഈ തൈര് ഒഴിക്കാൻ. നമുക്കതിലേക്ക് ഈ തൈരൊന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി, അധികം തിളയ്ക്കരുത്, തിളയ്ക്കാൻ പാടില്ല. പിന്നെ തൈര് ഒഴിച്ചിട്ട് ചെറിയ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കൊന്ന് കടുക് വറക്കാം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് ഇട്ട് പൊട്ടുമ്പോൾ 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇളക്കണം. നമുക്ക് ചെറുള്ളി ഇടാവുന്നതാണ്. നമ്മൾ കുറേ ദിവസം വെക്കാനാണെങ്കിൽ ചെറിയ ഉള്ളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിലേക്ക് എടുത്ത് ഒഴിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബീറ്റ്റൂട്ട് പച്ചടി. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോ ആയി കാണും വരെ ബൈ.